ഹായ് ഡാ മക്കളെ, നിങ്ങളുടെ സ്വന്തം ലച്ചുമസ് ആണ്. ഈ ഒരു കോണ്ടന്റ് വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ബേസിക് സയൻസ് എക്സാം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകൾ ഒന്നിച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ 3 സബ്ജക്റ്റിലും നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. സോ ഈ ഒരു കോണ്ടന്റ് വീഡിയോയിൽ 3 സബ്ജക്റ്റിലെയും 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതും 10ഓളം ചോദ്യങ്ങൾ, അതായത് ഓരോരോ സബ്ജക്റ്റിലും 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കെമിസ്ട്രിന്റെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണേ. എന്താണ്? വിച്ച് വൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളി അറ്റോമിക് എലമെന്റ്? എന്താണ്? ബഹു അറ്റോമിക മൂലകത്തിന്റെ ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1 മാർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും, അതും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലുള്ള എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത്. കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ ആൻഡ് ഹീലിയം. ഇതിൽ ഏതാണ് പോളി അറ്റോമിക്, ബഹു അറ്റോമികം എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് സൾഫർ അല്ലെ. ഏതാണ് എക്സാമ്പിൾ നമുക്ക് വരുന്നത്? നമുക്ക് വരുന്ന ഉദാഹരണമാണ് സൾഫർ ആണ് വരുന്നത്. സൾഫർ. കാരണം എന്താണ്? S8 ആണ്. 2 അല്ലെങ്കിൽ 3 കൂടുതൽ, 2 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, നമ്മുടെ പോളി അറ്റോമിക്കിന്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2 ഡൈ അറ്റോമിക് എക്സാമ്പിൾ ആണ്. ഡൈ അറ്റോമിക് എലമെന്റിന്റെ എന്താണ്, ദ്വയ അറ്റോമിക മൂലകത്തിന്റെ ഉദാഹരണമാണ്. ഇനി ഓക്സിജൻ എന്ന് പറയുന്നതും എന്താണ്, ഡൈ അറ്റോമിക് തന്നെയാണ്. അതിൽ ഹീലിയം ആണ് എന്ത് വരുന്നത്, മോണോ അറ്റോമിക്കിന്റെ എക്സാമ്പിൾ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, when a substance absorbs heat, the mobility of the particles. ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ആഗിരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അവരുടെ എന്താ പറയുക, മൊബിലിറ്റിക്ക്, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന് എന്താണ് സംഭവിക്കുന്നത്? അബ്സോർബ് ഹീറ്റ് ആണെങ്കിൽ താപം ആഗിരണം ചെയ്തിട്ട് അവരുടെ മൂവ്മെന്റ് എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്നതിൽ ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വാതക അവസ്ഥയിലുള്ളത് ഏതാണ്? സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് അടുത്തടുത്താണ്. ലിക്വിഡ്സ് ആകുമ്പോൾ കുറച്ച് അകലെയാണ്, ഗ്യാസ് ആകുമ്പോൾ ഒരുപാട് അകലെയാണ് അല്ലേ. ഖരമാകുമ്പോൾ കണികൾ അടുത്തടുത്താണ്, വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആണ്. ദ്രാവകമാകുമ്പോൾ കുറച്ച് വിട്ടിട്ടാണ്. ഇനി നമ്മുടെ വാതകമാകുമ്പോൾ നമുക്ക് പറയാം വളരെ അധികം വിട്ടിട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. when a gas is converted to liquid state, the energy of the particle. നമ്മൾ ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ് അല്ലേ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എന്താണ്, അല്ല ഇത് വേറൊരു ചോദ്യമാണ്. ഗ്യാസ്, ലിക്വിഡ്, ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഗ്യാസ് എന്തായിട്ട് മാറുകയാണ്? ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ചോദ്യം എന്തായിരുന്നു? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് കണ്ടത്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാതകം എന്താണ്, ദ്രാവകമായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കണേ. വാതകം, ഗ്യാസ് എന്താണ്, ലിക്വിഡ് അഥവാ ദ്രാവകമായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്, അവർ അടുത്തേക്ക് വരികയാണ്, അവർക്ക് മൂവ്മെന്റ് ചെയ്യാനുള്ള സ്പേസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഇസ് നെയിംഡ് ഓൺ ദ ബേസിസ് ഓഫ് കളർ. ഈ താഴെ തന്നിരിക്കുന്ന 3 ഓപ്ഷനിൽ കളറിന്റെ അടിസ്ഥാനത്തിൽ പേര് വന്നത് ആർക്കാണെന്നുള്ളതാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രോമിയം ആണ്. ആരാണ്? ക്രോമിയം. ക്രോമിയത്തിന്റെ പ്രത്യേകത എന്താണ്? ക്രോം എന്ന് പറയുന്ന നിറം, ഓക്കെ, നിറം റിലേറ്റഡ് ആണ്, കളർ റിലേറ്റഡ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് ലഭിച്ചിരിക്കുന്നത്. പൊളോണിയം എന്ന് പറയുന്നത് പോളണ്ട് കൺട്രി ആണ്. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ, എന്താണ്, നമ്മുടെ നമ്മുടെ പ്ലാനറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ ഫോം ഓഫ് എനർജി റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താണ്? അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാവുന്ന ഊർജം ഏതാണ്? ഇറ്റ് ഇസ് ദ ഹീറ്റ് എനർജി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിലൊക്കെ കണ്ടു, എന്താണ്, താപം അല്ലെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഗിവ് 2 എക്സാമ്പിൾ ഫോർ ദ സബ്സ്റ്റൻസസ് ഹാവിങ് വാട്ട് ദ പ്രോപ്പർട്ടി ഓഫ് സബ്ലിമേഷൻ. ഉത്പതന സ്വഭാവം കാണിക്കുന്ന 2 ഉദാഹരണങ്ങൾ എഴുതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ക്യാംഫർ പറയാം, അയോഡിൻ പറയാം, നാഫ്തലിൻ പറയാം, ഡ്രൈ ഐസ് പറയാം, നിങ്ങൾക്ക് അമോണിയം ക്ലോറൈഡ് പറയാം. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ചിലപ്പോൾ എന്താണ് സബ്ലിമേഷൻ എന്ന് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സബ്ലിമേഷൻ? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സോളിഡ് ലിക്വിഡ് ആവാതെ ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലേ. ദ സോളിഡ് ഇറ്റ് ഇസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. എന്താണ്? ഖരം ദ്രാവകമാവാതെ വാതകമായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ഉത്പതനം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് 3 സ്റ്റേറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇസ് മാക്സിമം. കണികകൾ അകലം ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ?
ഒബ്വിയസ്ലി നമ്മുടെ വാതകത്തിനാണ് അല്ലെ, ഗ്യാസിനാണ്. കാരണം അവരുടെ അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇവിടെ കുറച്ച് പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ, പഞ്ചസാരയും തന്നിട്ടുണ്ട്. ഓഡ് വൺ ഔട്ട് കണ്ടെത്താനാണ്. ഇതിൽ ഓഡ് വൺ ഔട്ട് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എലമെന്റും കോമ്പൗണ്ടും. മൂലകവും സംയുക്തവും. മൂലകത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരേ തരത്തിലുള്ള ആറ്റമാണ് അടങ്ങിയിരിക്കുന്നത്. നേരെ മറിച്ച് സംയുക്തം അഥവാ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? വ്യത്യസ്ത ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് സംയുക്തം കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ്, നൈട്രജൻ N2 ആണ്, വാട്ടർ H2 ആണ്, ഷുഗർ C12 H22O11 ആണ്. നിങ്ങൾ ഇത് നോക്കിയിട്ട് പറഞ്ഞേ, ഇതിൽ ഏതായിരിക്കും ഓഡ് വൺ ഔട്ട്? നൈട്രജൻ അല്ലേടാ. നമ്മൾ നൈട്രജൻ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? N2 ഒരേ കൈൻഡ് ഓഫ് ആറ്റംസ് ആണ്, എലമെന്റ്, മൂലകത്തിന്റെ ഉദാഹരണമാണ്. ചിലപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിക്കും. അപ്പൊ അത് എലമെന്റ് ആണെന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ബാക്കി എല്ലാ ഉദാഹരണങ്ങളും സംയുക്തം അഥവാ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ചോദ്യമാണ് പ്ലൂട്ടോണിയം. എന്താണ്? ഡ്വാർഫ് പ്ലാനറ്റിന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന പേരാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിയം എന്ന് പറയുന്നത് എന്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലാണ്? ഫ്രാൻസ് രാജ്യം അല്ലെ, കൺട്രിയുടെ പേരിന്റെ എന്താണ്? കൺട്രിയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ വന്ന പേരാണ് ഫ്രാൻസിയം എന്ന് പറയുന്നത്. ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ഈ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് സംയുക്തം കോമ്പൗണ്ട് ആണെങ്കിൽ കാർബൺ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. സോ കെമിസ്ട്രിയിലുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് കാണുക, എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഹലോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും കെമിസ്ട്രിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബയോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫിസിക്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. യെസ്, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്? സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 തരം ന്യൂട്രിയൻസ് അല്ലെ, 2 തരം ന്യൂട്രിയൻസ് ആണ് സസ്യങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസും മറ്റൊന്ന് മൈക്രോ ന്യൂട്രിയൻസും. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് മാക്രോ മീനിങ് വലുത്, മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സൂക്ഷ്മജീവികൾ, ചെറുത്. അപ്പോൾ കുറച്ച് അളവിൽ വേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത്, വലിയ അളവിൽ വേണ്ടത്. യെസ്, അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ ആയിട്ട് കാൽഷ്യം എഴുതാം, ഫോസ്ഫറസ് എഴുതാം, പൊട്ടാസ്യം എഴുതാം. യെസ്, അതൊക്കെ എഴുതാം. ഇനി മൈക്രോ ന്യൂട്രിയൻസ് ആണെന്നുണ്ടെങ്കിൽ ബോറോൺ എഴുതാം, അതേപോലെ തന്നെ സിങ്ക് എഴുതാം. ഇതൊക്കെ മൈക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു ഫാമേഴ്സ് യൂസ് ലീഫ് കളർ ചാർട്ട്സ് ഇൻ അഗ്രികൾച്ചർ? കൃഷി ചെയ്യുന്നവർ ലീഫ് കളർ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ എക്സ്ട്രാ റീഡിംഗ് ആണെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ഭാഗമാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്തിനാണ് ലീഫ് കളർ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്? ഒരു സസ്യത്തിൽ നൈട്രജന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട്, നൈട്രജൻ എത്രയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലീഫ് കളർ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. റെഡി? അപ്പം നമുക്ക് ലീഫ് കളർ ചാർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടാണ്. അതിലിങ്ങനെ കുറേ കളർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഗ്രീനിന്റെ പല ഷെയ്ഡുകൾ ഇങ്ങനെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ടാവും. ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മുടെ സസ്യത്തിന്റെ ഇലകൾ അല്ലെങ്കിൽ ലീഫുകൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാവും എത്രത്തോളം നൈട്രജൻ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് കളർ ആണ് എന്നുണ്ടെങ്കിൽ, ലൈറ്റ് കളർ ആണെങ്കിൽ നൈട്രജന്റെ അളവ് കുറവാണ് എന്നുള്ളതാണ്. ഇനി ഡാർക്ക് കളർ ആണ്, കടും പച്ചയായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ അളവ് ഇനഫ്, അതായത് അഡിക്വേറ്റ് ആയിട്ട് ഉണ്ട്, വേണ്ടുവോളം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. റെഡി ആണല്ലോ? അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹൈ yielding പ്ലാന്റിംഗ് മെറ്റീരിയൽസ്? മെച്ചപ്പെട്ട ഇനം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ഇതിൽ ചിലത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ പോലെ പഠിച്ചിട്ടുള്ള ബഡ്ഡിംഗ് ഉണ്ട്, ലെയറിംഗ് ഉണ്ട് അല്ലെ, ബഡ്ഡിങ്ങും ലെയറിങ്ങും, പിന്നെ ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അല്ലെ, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. പിന്നെ എന്താണ്? ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസങ്കരണം. ഇത് കൂടാതെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ടിഷ്യൂ കൾച്ചർ അല്ലെ, ടിഷ്യൂ കൾച്ചറും അതുപോലെ തന്നെ GM വിളകൾ അല്ലെങ്കിൽ GM ക്രോപ്പുകൾ. യെസ്, ഇത് 6 എണ്ണമാണ്. ഇത് രണ്ടും പ്രത്യേകം എടുത്ത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ടിഷ്യൂ കൾച്ചറിന്റെയും GM വിളകൾ അഥവാ ജനിതക മാറ്റം വരുത്തിയ വിളകൾ, ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തിയ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ടു മേക്ക് ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ് സ്മാർട്ട്? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നിവ സ്മാർട്ട് ആക്കാനുള്ള മാർഗം എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഫാമിംഗ് സ്മാർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സൊല്യൂഷൻ, ഒരു ലായനി അഥവാ പോഷക ലായനി അഥവാ ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് നമ്മുടെ പ്ലാന്റിനെ വളർത്തുന്നത്. റെഡി? അപ്പോൾ ഈ പറയുന്ന ന്യൂട്രിയൻ സൊല്യൂഷനിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എയറോപോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വായുവിലേക്ക് ആണ് അവരുടെ റൂട്ട്സ് വളരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തിനെ ഘടിപ്പിക്കൂടാ? സെൻസേഴ്സ് അല്ലേ, സെൻസറുകൾ ഘടിപ്പിക്കും. അപ്പൊ സെൻസർ ഘടിപ്പിക്കുന്നത് വഴി അഥവാ സെൻസർ അറ്റാച്ച് ചെയ്യുന്നത് വഴി എന്താ ഗുണം? സെൻസർ സെൻസ് ചെയ്യും ഇതിലുള്ള നൈട്രജൻ അളവ് കുറഞ്ഞിട്ടുണ്ടോ, ഇതിലുള്ള പൊട്ടാസ്യത്തിന് അളവ് കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ സെൻസറുകൾ നമുക്ക് കൃത്യമായിട്ട് മെസ്സേജ് തരികയും അതിനനുസരിച്ച് നമുക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യാനും പറ്റും. ഇനി എയറോപോണിക്സിന്റെ കേസിലാണെങ്കിൽ ഈ സെൻസറുകൾ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ഒരു ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര ടൈമിന്റെ ഇടയിൽ ഇവർ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു, ഓട്ടോമാറ്റിക്കലി സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവരെ സ്മാർട്ട് ആക്കാനായിട്ട് പറ്റാം. യെസ്, ലിസ്റ്റ് ഔട്ട് സം എക്സാമ്പിൾസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വിത്ത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഭൗമസൂചിക പദവി ലഭിച്ച ചില ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മലബാർ പെപ്പർ അഥവാ മലബാർ കുരുമുളക് എഴുതാം, മലബാർ പെപ്പർ അഥവാ മലബാർ കുരുമുളക് എഴുതാം. അതല്ലെങ്കിൽ തിരൂർ വെറ്റില, അല്ലെങ്കിൽ പാലക്കാടൻ മട്ട അല്ലെ, പാലക്കാടൻ മട്ട ഏത് വേണമെങ്കിലും എഴുതാം. പാലക്കാടൻ മട്ടേരെ എഴുതാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ഒരു 3 അല്ലെങ്കിൽ 4 എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ടിഷ്യൂ കൾച്ചർ ഡിഫറെന്റ് ഫ്രം ട്രഡീഷണൽ മെത്തേഡ്സ് ലൈക്ക് ഗ്രാഫ്റ്റിംഗ് ഓർ ബഡ്ഡിംഗ്? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് പോലുള്ള പാരമ്പര്യ രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടിഷ്യൂ കൾച്ചറിന്റെ വ്യത്യാസം എന്താണ്? ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരന്റ് പ്ലാന്റ് അഥവാ മാതൃസസ്യത്തിന്റെ, പാരന്റ് പ്ലാന്റ് അഥവാ മാതൃസസ്യത്തിന്റെ ക്യാരക്ടേഴ്സ് അഥവാ സ്വഭാവങ്ങൾ അതുപോലെ തന്നെ എന്താണ് പുതിയതായി ഉണ്ടാവുന്ന പ്ലാന്റ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ, പുതിയതായി ഉണ്ടാവുന്ന സസ്യങ്ങളിൽ, പുതിയതായിട്ട് ഉണ്ടാവുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിൽ പാരന്റ് പ്ലാന്റിന്റെ അതേ സ്വഭാവങ്ങൾ, അതേ ക്യാരക്ടേഴ്സ് ആണ്, അതേ ട്രെയ്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പാരന്റ് പ്ലാന്റ് നല്ല എന്താ പറയുക മധുരമുള്ള ഒരു ഫ്രൂട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാവുന്ന പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫ്രൂട്ടിലും എന്തായിരിക്കും? നല്ല മധുരമായിരിക്കും. റെഡി? അപ്പോൾ അതേ സ്വഭാവങ്ങളായിരിക്കും ഡോട്ടർ പ്ലാന്റ്സും കാണിക്കുന്നുണ്ടായിരിക്കുക. It is believed that life emerged on Earth -years ago. ഏകദേശം എത്രയോ വർഷം മുമ്പാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എന്ന് കരുതാം എന്ന് പറയുന്നുണ്ട്. എത്ര വർഷമാണ്? 3.5 billion years ago. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റെഡി? What was the last animal group to appear on Earth? ഭൂമിയിൽ ഏറ്റവും അവസാനം ആവിർഭവിച്ച ജന്തു വിഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വിഭാഗം എന്ന് പറയുന്നത്? മാമൽസ് അഥവാ സസ്തനികളാണ്. മാമൽസ് അഥവാ സസ്തനികൾ. ഈ സസ്തനികളിൽ പെടുന്നതാണ് നമ്മൾ ഹ്യൂമൻസ് അഥവാ മനുഷ്യർ. മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? മാമൽസിന് എഴുതിയാൽ മതി. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഹ്യൂമൻസിനും കൂടി പ്രത്യേകം എടുത്തെഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ആൻഡ് write the correct answer from the options given below where the pairs are correctly matched. കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെർട്ടിലൈസറും അതിന്റെ എക്സാമ്പിൾസും ആണ്. ഈസി ആയിട്ട് പറയാം. നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ തന്നെ നാനോ ഫോസ്ഫേറ്റ് അല്ലേ? അപ്പോൾ Q എന്ന് പറയുന്നത് 1 ആണ്. Q എന്ന് പറയുന്നത് 1 ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടി ആൻസർ ഏതാണ്. റെഡി? ഇനി ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിന് ഉദാഹരണമാണ് യൂറിയ അല്ലേ? യൂറിയ എന്ന് പറയുന്നത്. ബയോ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ആയിട്ട് റൈസോബിയം പറയാം. ഓർഗാനിക് ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ആയിട്ട് കമ്പോസ്റ്റും പറയാം. അപ്പോൾ Q1 P2 അതെ, P2 Q1 R4. യെസ്, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുന്ന കൃത്രിമവളം യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, ജീവാണുവളം റൈസോബിയം, ജൈവവളം കമ്പോസ്റ്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 2 മെയിൻ തിയറീസ് ഓൺ ദി ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ആശയങ്ങൾ അഥവാ 2 സിദ്ധാന്തങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെയാണ് പാൻസ്പെർമിയ സിദ്ധാന്തം, പാൻസ്പെർമിയ തിയറി അഥവാ പാൻസ്പെർമിയ സിദ്ധാന്തം. റെഡി?
രണ്ടാമത്തെ തിയറി എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ബയോളജിയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നോക്കി അതിൽ 10ാമത്തെ ക്വസ്റ്റ്യനിലെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോന്റെ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് മനസ്സരും അതേപോലെ തന്നെ ശ്രീമത് സാറും വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസും കൂടി പഠിക്കുക. എന്നിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ലൈവിലേക്ക് വരിക. ബാക്കി നമുക്ക് ലൈവിൽ വെച്ച് പഠിക്കാം. ഓക്കെ, ബൈ ബൈ. ഹലോ മക്കളെ. യെസ്, അപ്പൊ അങ്ങനെയല്ല, കെമിസ്ട്രിയും ബയോളജി കിട്ടിയല്ലോ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്സ്. അപ്പൊ ഫിസിക്സിലെ 10 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം മനസ്സാരെ വായിച്ചോളൂ. So find the relation in the first pair, then complete the second pair. പദജോടി ബന്ധം പൂർത്തിയാക്കണം. വോളിയം മീറ്റർ ക്യൂബ് യൂണിറ്റ് ആണ്. യെസ്, അപ്പൊ ഡെൻസിറ്റിയുടെ സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംശയം വേണ്ട, ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അല്ലെ, മോള് താഴേക്ക് ഒരേ സാധനം വരിക, മറന്നു പോകരുത്. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the following list of quantities which includes both fundamental and derived quantities. അതായത് ചില അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. എന്താ ചോദിച്ചെന്നറിയോ? From the given quantities identify and write the fundamental quantities. അടിസ്ഥാന അളവ് കണ്ടെത്താനാ പറഞ്ഞത്. ലെങ്ത് അടിസ്ഥാന അളവാണോ? തീർച്ചയായിട്ടും ആണ്. ആണ്. ഡെൻസിറ്റി അല്ല. ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ടൈം ആണ്. മാസ് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവ് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീളത്തിന്റെ വിവിധ യൂണിറ്റുകളെ താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആരോഹണ ക്രമത്തിൽ, അതായത് അസെൻഡിങ് ഓർഡറിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വായിച്ചു നോക്കുക. ഓപ്ഷൻ നേരോട് പറയണേ. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ലൈവിൽ സംസാരിക്കുന്നതാണ്. ആൻസർ മാത്രം പറയുന്നു. മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ ഇസ് റൈറ്റ്. അതായത് വലുതായി 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 വരുന്ന ഓർഡർ ആണ്. മക്കൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇതേപോലെ ഒരു ക്വസ്റ്റൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഗ്രീസ് ഈസ് യൂഷ്വലി അപ്ലൈഡ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് വെഹിക്കിൾസ്. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് സബ്സ്റ്റൻസസ്? വാഹനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങൾക്കിടയിൽ ഗ്രീസ് പുരട്ടാറുണ്ടല്ലോ. ഉണ്ട്. ഇത്തരം പദാർത്ഥങ്ങളുടെ ധർമ്മം എന്താണ്? സോ എന്താ അവിടെ സംഭവിക്കുക? ഈ ഒരു കറങ്ങുന്ന സമയത്ത് അവിടെ ഘർഷണം ഉണ്ടാകും, ഫ്രിക്ഷൻ ഉണ്ടാകും. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവർ ഉപയോഗിക്കുന്നത്, ഗ്രീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോളിഡ് ലൂബ്രിക്കന്റ്, ഒരു ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ആൻസർ ആണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ലൈവിൽ ഉണ്ടായിരിക്കും. മസ്റ്റ് ആയിട്ട് വന്ന് കാണാം. ഈ ഉപകരണം ഏതാണെന്ന് തിരിച്ചറിയുക. ഈ പച്ച കൊണ്ട് കാണിച്ച ഈ വരെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഏതാണ് മക്കളെ? ഏതാണ്? ഓഡോമീറ്റർ. ഇവിടെ കാണാം, കിലോമീറ്റർ കാണാം. കിലോമീറ്റർ. നല്ല രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിലോമീറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്. അടുത്ത്. ചുവടെ കൊടുത്തവയിൽ ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയ യൂണിറ്റ് ഏത്? വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഫോർമേഷൻ ഫോർ ടു റെപ്രസെന്റ് എ യൂണിറ്റ്? സാറേ, പല ആൾക്കാർക്ക് ഇത് കൺഫ്യൂഷൻ ഉള്ള തെറ്റിപ്പോ. കുട്ടികൾ കാണുന്നുണ്ടാവില്ല. ഇങ്ങോട്ട് നിന്നോട് നന്നായി കാണും. ഇവിടെ നിൽക്ക്. ഇവിടെ കാണാം. ഇത് കാണുമ്പോൾ തന്നെ രണ്ട് രീതിയിലാണ് മക്കൾക്ക് സംശയം ഉണ്ടാവുക. ബി ആണോ ഡി ആണോ എന്നാണ് സംശയം ഉണ്ടാവുക. ബി ആണോ ഡി ആണോ? കാരണം ബിയും ഡിയും കാണുമ്പോൾ ഒരുപോലെ ഉണ്ടാവും. അതെ. പക്ഷേ ഈ ബി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഡി ശരി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. ലൈവിൽ സംസാരിക്കാം. എല്ലാവരും കറക്റ്റ് ലൈവിലേക്ക് എത്തുക. അടുത്തത്. മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതണം. ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെറുത് വലുതിൽ ഇങ്ങനെ പോണം. ആദ്യം ഞാൻ പറഞ്ഞു സാറേ, ആദ്യം നമുക്ക് മില്ലിഗ്രാം കൊടുക്കാം. ഏറ്റവും ചെറുത് മില്ലിഗ്രാം ആണ്. പിന്നെ ഗ്രാം കൊടുക്കാം. പിന്നെ ഗ്രാം ആണ്. പിന്നെ കിലോഗ്രാം കൊടുക്കാം. പിന്നെ കിലോഗ്രാം ആണ്. പിന്നെ കിൻഡൽ കൊടുക്കാം. കിൻഡൽ ആണ് ഏറ്റവും വലുത്. ശരിയാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the odd one out of each group and explain common features of the others. കൂട്ടത്തിൽ പെടാത്തത് എന്ത് ചെയ്യണം? കണ്ടെത്തണം. മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുകയും വേണം. ഞാൻ പറയുന്നത് ഇയാള് കിലോമീറ്റർ ആണ് അല്ലെ? കൂട്ടത്തിൽ പെടാത്ത ആളാണ്. കിലോഗ്രാമും സെക്കൻഡും മോളും ഒക്കെ എന്താണ്? പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. അല്ല, ഫണ്ടമെന്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. ലൈവ് സംസാരിക്കാം. വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ഭൗതിക അളവ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രോപ്പർട്ടി ദാറ്റ് cannot be measured. അളക്കാൻ കഴിയാത്ത ഒരു സ്വഭാവമുള്ളതാണെന്ന് പറയുന്നു. A characteristics of an object that can be measured. ഇത് അളക്കാൻ കഴിയുന്ന ഒരു എന്താ പറയാ അളവാണെന്ന് പറയുന്നു. A unit used for measurement. അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നു. A tool for measuring objects. വസ്തുക്കൾ അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണെന്ന് പറയുന്നു. ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്ഷൻ. അളക്കാൻ കഴിയുന്ന അളവാണെന്ത്? ഭൗതിക അളവെന്ന് പറഞ്ഞാൽ. ഇതുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ചോദ്യം ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. മസ്റ്റ് ആയിട്ട് വന്ന് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്.
അപ്പൊ ടോട്ടൽ എല്ലാവരും 30 ചോദ്യം. യെസ്, ടോട്ടൽ 30 ചോദ്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാ ആൾക്കാരും ലൈവിലേക്ക് എത്താൻ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യണം, ലൈവ് തീർക്കണം. കൃത്യം 7 മണിക്ക് ഞങ്ങൾ 3 പേരും വരും, 3 സബ്ജക്റ്റും വരും, മൊത്തം 4 പേരുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയാക്കും. രാവിലെ കൃത്യം 6 മണിക്ക് നമ്മൾ 6 മണിക്കല്ല ഇവർക്ക് 8 മണിക്ക്. ശരി, അവർക്ക് ഉച്ചയ്ക്കാണല്ലോ എക്സാം. മറന്നു 8 മണിക്ക് നമ്മൾ എത്തുട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.